നാട്ടിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കലൊക്കെ കുറവാണ് കേട്ടോ. വീഡിയോ എടുക്കാനേ ഇപ്പോൾ സമയം കിട്ടില്ല. ഇപ്പോൾ നമ്മളൊരു കുഞ്ഞ് ബിസിനസ്സൊക്കെ തുടങ്ങിയതുകൊണ്ട് തീരെ സമയം കിട്ടാറില്ല കേട്ടോ. ഇനി നമ്മൾ കുത്താമ്പളിക്ക് പോവാണ് കേട്ടോ. നമ്മുടെ വീടും കുത്താമ്പളി തന്നെയാണ്. നമ്മൾ DTDC സെൻറ്ററിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ഒരു പാർസൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് പോവാം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ കുത്താമ്പളി ഉള്ളിലേക്കൊക്കെ ഒന്ന് പോകണത്. കാരണം കുറേ കാലമായി പോയിട്ട്. നമ്മൾ പഠിച്ച സ്കൂളൊക്കെ അവിടെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു കേട്ടോ. ഞാൻ 5ാം ക്ലാസ് തൊട്ട് ഒരു 7ാം ക്ലാസ് വരെ പഠിച്ചത് നമ്മുടെ ഗവൺമെൻറ് UP സ്കൂളിലാണ് കേട്ടോ. നമ്മുടെ കുത്താമ്പളിയൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്നതൊന്നുമല്ല. ഇപ്പോൾ നല്ല രസം, നല്ല പുരോഗമിച്ചിരിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ ലാസ്റ്റ് ചെന്നിട്ടുള്ളത് അവിടെ വന്നിട്ടാണ് നമ്മുടെ ബസ്സൊക്കെ തിരിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ നമ്മുടെ പെട്രോൾ പമ്പൊക്കെ വന്നിരിക്കുന്നു. പിന്നെ എയർ ഹാൻഡ്ലൂമിൻ്റെ അടുത്താണ് നമ്മുടെ വീട് കേട്ടോ. നേരെ പിന്നെ നമ്മൾ പോയി നൈകുട്ടിയുടെ മുടിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ കപ്പയും മീനൊക്കെ മേടിച്ചിട്ട് വന്നു കേട്ടോ. ഇത് 2ാമത്തെ പ്രാവശ്യമാണ് നമ്മൾ നാട്ടിൽ വന്നിട്ട് കപ്പയും മീനും കഴിക്കണത്. കൊതി തീർന്നിട്ടില്ല കപ്പയും മീനൊക്കെ കഴിച്ചിട്ട് കേട്ടോ. അപ്പോൾ കപ്പയും മീനൊക്കെ വെച്ചു. മീന് നമ്മളെന്താ അയലയാട്ടോ മേടിച്ചത്. മീൻ മേടിച്ച ഇവിടെ പിന്നെ ചുറ്റും പട്ടികളുടെ പൂരാണ്. അല്ലെങ്കിൽ തന്നെ ഇവിടെ നിറയെ പട്ടികളുണ്ട് കേട്ടോ. നമ്മൾ വേറൊരു സ്ഥലത്തൊക്കെ പോയി കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ മീനിൻ്റെയും കപ്പയുടെയും പിന്നെ എന്താ പഴംപൊരിയുടെ ഒക്കെ വില മനസ്സിലാവുക കേട്ടോ. നാട്ടിലിരിക്കുമ്പോൾ അതൊന്നും കഴിക്കാൻ തോന്നില്ല. ഇന്ന് ഞാൻ ഇഷ്ടം പോലെ പഴംപൊരിയും കപ്പയും മീനൊക്കെ കഴിച്ചിട്ടാണ് തിരിച്ചു പോകുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഒരു 10 ദിവസം ലീവിനാണ് വന്നത്. അതുകൊണ്ട് കുറച്ച് 10 ദിവസം പോരാന്ന് തോന്നിയിട്ടൊരു 5-6 ദിവസം കൂടി നമ്മൾ നീട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനൊരു 3.5 വർഷം മുമ്പ് എൻ്റെ മുടി സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി. അപ്പോൾ പിന്നെയും അന്ന് ചെയ്ത ആളെ തന്നെ വിളിച്ച് നമ്മൾ സ്മൂത്തനിങ് ചെയ്തു കേട്ടോ. ആ ആളെന്ന് പറയുന്നത് എൻ്റെ സിസ്റ്ററായിട്ട് വരും, എൻ്റെ മാമൻ്റെ മോളാണ് കേട്ടോ. അവൾ ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല, നമുക്ക് വീട്ടിൽ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തു തരാറുണ്ട്.